morning, all, and let's start the lesson for today. So, I'm really sorry for the short notice. Okay. So, we are going to deal with a small poem from our Flamingo, the textbook called Flamingo. And the poem is Aunt Jennifer's Tigers. Okay. And it's written by Adrienne Rich. So, talking about Adrienne Rich, she was born in Maryland, USA, in Baltimore, and she is widely known for her involvement in contemporary women's movement. She was a femininity. Again, going by the trends of today, femininity എന്ന് വിളിക്കാവുന്ന ഒരു poet ആണ്. She was one of the in feminist movements in America. Okay, and she usually the town in the and I think it was women over there ഇരുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ 19 അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഇപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ വെറും അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയാണ്. ഓക്കെ, ആ ഒരു ചിന്താഗതിയിൽ ആയിരുന്നു അവിടെയും. സ്ത്രീകൾ വെറും അടുക്കള കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി, മറ്റുള്ള കാര്യങ്ങളിലൊന്നും അവർ അഭിപ്രായം പറയാൻ പാടുണ്ടായിരുന്നില്ല. അവിടെ പുരുഷന്മാരായിരുന്നു അവർക്ക് മേധാവിത്വം ഉണ്ടായിരുന്നത്. They were the prominent people. Men were the prominent members of the society in those times. ആ ഒരു കാര്യമായിരുന്നു അവര്. അപ്പം വുമൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഭാര്യയെ. ഓക്കെ, they didn't call them by name. അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ നമ്മൾ കണ്ടുവരുന്നത് എന്താണ്, നമ്മൾ സ്വന്തമായിട്ട് പേരുകളൊക്കെ ഇടാറുണ്ട് അല്ലെ. അവരുടെ മനോഹരമായ പേരുകൾ ഉണ്ടാവും, പക്ഷെ എന്നാൽ പോലും നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പേരുകൾ മാറ്റുമാറുണ്ട് അല്ലെ. ഡാർലിംഗ് ഒക്കെ ഇപ്പൊ പഴയതായി പോയി നോക്കളെ. ഇറ്റ് ഈസ് ഓൾഡ് ഡിയർ ആൻഡ് ഡാർലിംഗ് ആൻഡ് ഓൾ ഈസ് ഓൾഡ് വൺ. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് പേരൊക്കെ ഉണ്ട്, ചിഞ്ചു, മഞ്ജു എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിങ്ങനെ നമ്മുടേതായിട്ടുള്ള ഒരു ഇഷ്ടത്തിന് നമ്മൾ പേരൊക്കെ ഇടാറുണ്ട് ഇപ്പൊ അല്ലേ. കുട്ടൂസ്, വിനിത്, വരിയാതെ, റൈറ്റ്, കുറെ ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോ തോന്നിയ പോലെയാണ് നമ്മൾ പേരൊക്കെ ഇടുന്നത്. അപ്പൊ ആ ഒരു സമ്പ്രദായം ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. വുമൺ എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. വുമൺ. അത് നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ അവരെങ്ങനെയാ അഭിസംബോധന ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. നോർത്ത് ഇന്ത്യയിൽ പക്ഷെ അതൊരു കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. ആണുങ്ങളും പെണ്ണുങ്ങളെയും ആണുങ്ങളെയും വിളിക്കുന്നത് അങ്ങനെയാണ്. അതായത് മക്കളുണ്ടെങ്കിൽ മക്കളെ പേര് വെച്ചിട്ടാണ് അവരെ അഭിസംബോധന ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ അടോണ്ട് വിളിക്കുകയാണെങ്കിൽ അടോണ്ട പപ്പേ, അടോണ്ട മമ്മേ, അങ്ങനെയാണ് വിളിക്കുക അവിടെയൊക്കെ. ഭാര്യ പറയും ഭർത്താവിനെ വിളിക്കണേ, ദേ കേട്ടോ അടോണ്ട പപ്പേ കേട്ടോ എന്ന് പറഞ്ഞത്. അങ്ങനെ എനിക്കും മക്കളുണ്ടെങ്കിലോ? എനിക്കും മക്കളുണ്ടെങ്കിൽ അഭിസംബോധന ചെയ്യും. നീ അപ്പൊ നിന്റെ മകൻ എന്താണോ പേരെടുത്തത്, അപ്പൊ ജാക്കി, ഇപ്പൊ നിന്റെ മകന്റെ പേരാണ് ജാക്കി എങ്കിൽ ജാക്കിയുടെ മമ്മ എന്ന് നീ ഭാര്യനെ വിളിക്കും. നിന്റെ ഭാര്യ നിന്നെ വിളിക്കുന്നത് ജാക്കിയുടെ മമ്മ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ മോന്റെ പേരില്ല അങ്ങനെ വിളിക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു നോർത്ത് ഇന്ത്യക്കാരനാണെങ്കിൽ ഞാൻ വിളിക്കുന്നത് ഇങ്ങനെയായിരിക്കും. എന്റെ ഭാര്യനെ വിളിക്കുന്നത് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ജാക്കി ചാൻ എന്നൊക്കെ, അല്ല എന്റെ മോനെ നന്ദുവിന്റെ അമ്മ എന്ന് വിളിക്കും. അപ്പൊ അവളെ എന്നെ വിളിക്കുന്നത്, എന്റെ വൈഫ് എന്നെ വിളിക്കുന്നത് നന്ദുവിന്റെ അച്ഛ എന്നായിരിക്കും വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവിടെയൊക്കെ അഭിസംബോധന ചെയ്തിരുന്നത്. ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് മാറി വന്നു. ഇപ്പൊ നമ്മൾ പേര് വിളിക്കാൻ തുടങ്ങി, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പേര്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ ഇവിടെ ഈ ഒരു അവിടെയാണ് ഇവരുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ആഡ്രിയൻ റിച്ച് എന്ന് പറയുന്ന ആ ഒരു പോയറ്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. കാരണം വൺ ഓഫ് ദ പയനിയേഴ്സ് എന്ന് പറയാനുള്ള കാരണം, പയനിയേഴ്സ് എന്ന് പറയുന്നത് തുടക്കക്കാരെന്നുള്ളതാണ്. ശരിക്കും തുടക്കമിട്ടത് വ്യക്തികളിൽ വെച്ച് തുടക്കമിട്ടത് മാത്രമല്ല, ആ ഒരു മൂവ്മെന്റിനെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ ആ മൂവ്മെന്റ് സക്സസ്ഫുൾ
ആക്കാനുള്ള ഒരു വളരെ വലിയൊരു റോള് തന്നെയാണ് അവർ സെവറൽ തിങ്സ് അവര് പല പല മൂവ്മെന്റ്സ് പല ഇതേപോലെ ഇവിടെ കറണ്ട് പോയി എന്നെ കാണുന്നുണ്ടല്ലോ അല്ലെ എന്തായാലും ഓക്കെ അപ്പോ പല പല മൂവ്മെന്റ്സിന് പല പല മൂവ്മെന്റ്സിന് അവർ തുടക്കം കുറിച്ചിരുന്നു ആൻഡ് സ്ത്രീകൾക്ക് മുൻപന്തിയിലേക്ക് വരാനുള്ള അവസരങ്ങൾ അവര് കാരണം അവര് മാത്രമല്ല കുറേയേറെ പേര് അതിനു വേണ്ടി പോരാടിയിരുന്നു പക്ഷെ അവരിൽ ഏറ്റവും പ്രമുഖയായിട്ടുള്ള അല്ലെങ്കിൽ വൺ ഓഫ് ദ ലീഡിംഗ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ആഡ്രിയൻ റീച്ച് എന്ന് പറയുന്ന ഈ ഒരു പോയറ്റ് കൂടിയാണ് സോ ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് വേണം നമ്മൾ ഈ ഒരു പോയത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വയ്ക്കാം സോർട്ട് ഓഫ് സ്ട്രീംസ് അവരുടെ ചിന്താ രീതികൾ എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു പോയത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട് ഓക്കെ So she has published 19 volumes of poetry, 3 collections of essays and other writings. A strong resistance to racism and militarism echoes through her work. അപ്പം ഇത് മാത്രമായിരുന്നില്ല അപ്പോ താഴേക്കിടയിൽ ഉണ്ടായിരുന്ന വ്യക്തികളെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ച ഒരു സ്ത്രീ കൂടിയാണ് ആഡ്രിയൻ റിച്ച് എന്ന് പറയുന്നത് നോട്ട് ഓൺലി ദ ഡൗൺ ട്രോഡൻ ബട്ട് ഓൾസോ ദ എന്ന് പറയുന്നത് ഒരുപോലെയാണ് ഈ ഒരു ലോകത്ത് വന്നിരിക്കുന്നത് അവർക്കെല്ലാവർക്കും ഒരുപോലെയുള്ള നിയമങ്ങളായിരിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ലേഡി കൂടിയാണ് ആഡ്രിയൻ റിച്ച് സോ വിത്ത് that in mind we will look into the poem on Jennifer's Tigers so I'll just read it and I'll go deeper in so let me just share this text first illa poitilla there is a problem എനിക്ക് തോന്നുന്നു കണക്ഷന്റെ പ്രോബ്ലം ഉണ്ട് അതോടൊപ്പം തന്നെ യെസ് പല സ്ഥലങ്ങളിലും ഇപ്പൊ കറണ്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെയും അതായത് നമ്മുടെ എന്താണ് പറയാ ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം നമ്മൾ ഫുൾ ക്വാർട്ടറോ ഇല്ല 35 പേരേ ഉള്ളൂ അതാണ് വേറൊരു സംഭവം ഓക്കെ എന്തായാലും നമുക്ക് മുമ്പോട്ടേക്ക് പോവാം ഓക്കെ സോ മോണ്ട് ജെന്നിഫേഴ്സ് ടൈഗേഴ്സ് വളരെ ചെറുതാണ് ആകെ 3 സ്റ്റാൻസേ ഉള്ളൂ ആകെ 3 സ്റ്റാൻസേ ഉള്ളൂ ഓക്കെ so I'll read it just listen okay Aunt Jennifer's tigers prance across a screen bright topaz denizens of a world of green they do not fear the men beneath the tree they pace in sleek chivalric certainty ഒന്നും കേൾക്കുന്നില്ലേ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു ഇതായിരിക്കും കേൾക്കാം അഭിജിത്തെ അപ്പൊ നിന്റെ പ്രശ്നമാണ് കേട്ടോ ഐ തിങ്ക് ഇറ്റ് ഇസ് ദ പ്രോബ്ലം ഓവർ ദ റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും ഓക്കെ Aunt Jennifer's tigers prance across a screen bright topaz denizens of a world of green they do not fear the men beneath the tree they pace in sleek chivalric certainty Aunt Jennifer's fingers fluttering through her wool find even the ivory needle hard to pull. The massive weight of Uncle's bending band sits heavily upon Aunt Jennifer's hand. When Aunt is dead, her terrified hands will lie, still ringed with ordeals she was mastered by. The tigers in the panel that she made will go on prancing, proud and
unafraid. അത്രയും ചെറുതാണ്. പക്ഷെ ഈ ചെറുതെന്ന് പറയുമ്പോഴും ആണ് നമ്മൾ പറയാ ചോട്ട പാക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ചോട്ട സൈസ് ചെറുതാണെങ്കിൽ അത് നൽകുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ അത് നൽകുന്ന ഒരു എന്ത് പറ്റി? അരുൺ എന്താ പറ്റിയേ? എങ്കിലേ അരുണില്ലേ? ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഐ വിൽ ബി പുട്ടിംഗ് ഇറ്റ് ഇൻ യൂട്യൂബ്. ഓക്കെ, നോ നോ നോ. വിളിച്ചു നോക്കിയോ, പെട്ടെന്നാണ്. കാരണം ഐ കുഡന്റ് ടെൽ ഇറ്റ് യെസ്റ്റർഡേ because I was in the notion that there is no class for me today for you guys. കാരണം 9th standard വരുന്ന ക്ലാസ് ആണ് ശരിക്കും. ഓക്കെ, don't worry. So we will go deep, okay, into this point. വളരെ ചെറുതാണെങ്കിൽ പോലും, ചെറിയ പാക്കറ്റ് ആണെങ്കിൽ പോലും കുറേയേറെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാക്കറ്റ് ആയതുകൊണ്ടാണ് even though it is a very short poem, it has lots and lots of meanings. കുറേയേറെ സിംബോളിക്സ് ഉള്ള ഒരു പോയം കൂടിയാണ് ഈ ആണ്ട് ജെന്നിഫേഴ്സ് ടൈഗേഴ്സ് എന്ന് പറയുന്നത്. സിംബോളിസം വളരെ കൂടുതലുള്ള ഒരു പോയമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസ നോക്കുമ്പോൾ തന്നെ അവർ തുടങ്ങിയിരിക്കുന്നത് ആണ്ട് ജെന്നിഫർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആസ് ഇഫ് വി ഓൾ നോ ഹർ. വളരെ നമുക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞതിന് ശേഷമായിരിക്കും അവർ പേര് പറയേണ്ടിയിരുന്നത്. നേരെ മറിച്ച് അവർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വ്യക്തി. ശരിയാണ്, ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ആൻഡ് ജെന്നിഫർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. കാരണം നമ്മൾ അതുപോലത്തെ ഒരു ലേഡിയെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അത് ആണ്ട് ജെന്നിഫർ എന്ന് തന്നെ അല്ല, അവിടെ ആണ്ട് ജെന്നിഫർ സ്പെസിഫൈ ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് പീപ്പിളെയാണ്. ഒരു സെറ്റ് ഓഫ് പീപ്പിളിനെയാണ് അവർ ആണ്ട് ജെന്നിഫർ എന്ന് പറഞ്ഞ ആ പേര് കൊണ്ട് അവര് കാണിക്കുന്നത്, അത് നമുക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആണ്ട് ജെന്നിഫർ എന്ന് തന്നെ തുടങ്ങുന്നത്, പേര് കൊണ്ട് തന്നെ തുടങ്ങുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകാവുന്ന, നിങ്ങളെ ഈ ഒരു ജനറേഷൻ ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല, കാരണം നമ്മുടെ ജനറേഷന്റെ തോട്ടുകൾ പല രീതിയിൽ മാറിയിട്ടുണ്ട്. പക്ഷെ എന്റെ ജനറേഷനോ എന്റെ തൊട്ട് മുമ്പുള്ള ജനറേഷനൊക്കെ ഇങ്ങനത്തെ ഒരു ലേഡിയെ അവരുടെ ജീവിതത്തിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ തുടങ്ങിയിരിക്കുന്നത്, ഓൺ ജെന്നിഫേഴ്സ് ടൈഗേഴ്സ്. ഞാൻ പറഞ്ഞു 1950 ആ ഒരു കാലഘട്ടത്തിലാണ് ഇവര് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നത് ഞാൻ പറയണ്ടേ. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടവും നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. ഓക്കെ, 1950s ആൻഡ് 60s കാലഘട്ടം, അതും കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കണം. ഓക്കെ, അപ്പോ ആ ഒരു ജീവിച്ചിരിപ്പില്ല. ഷീസ് നോട്ട് anymore. No, she's dead already. ഓക്കെ, അപ്പോ ആ ഒരു കാലഘട്ടം കൂടിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് യാതൊരുവിധ പ്രാമുഖ്യം ഉണ്ടായിരുന്നില്ല ഈ സൊസൈറ്റിയിൽ. ഓക്കെ, അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗം എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു കൂട്ടരായിരുന്നു സ്ത്രീകൾ എന്ന് പറയുന്ന വ്യക്തികൾ. സ്ത്രീകൾക്ക് ആ ഒരു കാലഘട്ടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ലിഖിതമായിട്ടുള്ള പല പുസ്തകങ്ങൾ മാത്രമായിരുന്നു പ്രാമുഖ്യം, അല്ലാതെ മറ്റൊരു കാര്യത്തിലും അവർക്ക് പ്രാമുഖ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് എഡ്വിൻ ഡിച്ച് എന്ന് പറയുന്ന ഈ ഒരു പോയം എഴുതുന്നത്. അപ്പൊ അവർ പറയുന്ന ആണ്ട് ജെന്നിഫർ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ നമുക്ക് കണ്ടുവരു സുപരിചിതമായിട്ടുള്ള ഒരു മുഖമായിരുന്നു. ഓക്കെ, അത് നമ്മുടെ ജീവിതത്തിൽ സ്വന്തം സ്ത്രീകൾ വായിച്ചിരുന്ന സമയത്ത് അവരുടെ ജീവിതവുമായിട്ട് അവർക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ആണ്ട് ജെന്നിഫർ എന്നുള്ളത്. ഓക്കെ, ദാറ്റ്സ് വൈ ഷീ ബിഗിൻസ് വിത്ത് ആണ്ട് ജെന്നിഫേഴ്സ് ടൈഗേഴ്സ് എന്ന് തുടങ്ങുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ആണ്ട് ജെന്നിഫേഴ്സ് ടൈഗേഴ്സ് പ്രാൻസ് അക്രോസ് എ സ്ക്രീൻ, സോ ഷീ ഈസ് ട്രൈങ് ടു ഡു സംതിങ്. അവര് പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ അവരുടെ എന്താണ് പറയാ, വിശ്രമവേളകൾ ആനന്ദകരമാക്കിയിരുന്നത് അവരുടെ തുന്നലിൽ കൂടെയായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ ആ വ്യക്തികൾ ക്രോഷേ എന്ന് പറയുന്നതും എംബ്രോയിഡറിയിലേക്കും എല്ലാം കടന്നു വന്നിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഈ എന്താണ് പറയാ, വിശ്രമവേള, നിറ്റിംഗ് തന്നെ, അതെ, നിറ്റിംഗ് ആണ്. അപ്പോ ആ നിറ്റിംഗ് ചെയ്യുന്നത്, എംബ്രോയിഡറിയും അതുപോലെ തന്നെ നിറ്റിംഗ് എല്ലാം ചെയ്തിരുന്നത് ഈ ഒരു ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട്, അതായത് അവർക്ക് കിട്ടുന്ന കുറച്ച് സമയം അവർ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത് ഒരു പോം വഴി, അല്ലെങ്കിൽ കണ്ടുപിടിച്ച ഒരു പോം വഴിയായിരുന്നു നിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോ അവര് വളരെ വിദഗ്ധമായിട്ട് നിറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആണ്ട് ജെന്നിഫർ എന്ന് പറയുന്നത്. അപ്പൊ ആണ്ട് ജെന്നിഫേഴ്സ് ടൈഗേഴ്സ് പ്രാൻസ് അക്രോസ് എ സ്ക്രീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പ്രാൻസ്. വാട്ട് ഈസ് മെൻ ബൈ പ്രാൻസ്? സാധാരണഗതിയിൽ കുതിരകൾക്കാണ് ആ പ്രാൻസ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുക. മൂവിങ് വിത്ത് ഹൈ സ്പ്രിംഗി സ്റ്റെപ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓടുകയല്ല. ദേ ആർ നോട്ട് റണ്ണിങ്. ഇറ്റ്സ് നോട്ട് റണ്ണിങ്. ഇറ്റ് ഈസ് ലൈക്ക് സ്കിപ്പിംഗ്. കുതിക്കുകയല്ല. ഇറ്റ് ഇസ് നോട്ട് കുതിക്കുക. കുതിക്കുകയല്ല. കുതിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് ഉണ്ട്. പക്ഷെ ഇവിടെ സ്പീഡ് ഇല്ല. പക്ഷെ ചെറുതായിട്ട് എന്താണ് തുള്ളി 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 ഇങ്ങനെ പോകും. തവളകൾ ഇങ്ങനെ ചാടി ചാടി പോകുന്ന കണ്ടിട്ടുണ്ടോ? അതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ജമ്പിങ് ആണ്. ജമ്പിങ് മോഷൻ ആണ്. കാറ്റ് വാക്കും അല്ല, നടത്തവും അല്ല, ഓടുകയുമല്ല. അതിനിടയിലുള്ള ഒരു സംഭവമാണ്. ചെറിയ കുട്ടികൾ ചിലപ്പോൾ സന്തോഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് പോകും. കാണാറുണ്ടോ നിങ്ങൾ? ഇങ്ങനെ 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 ലാ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ്. അതിനാണ് പ്രാൻസിങ് എന്ന് പറയാം. ഓക്കെ, സോ അതാ തുള്ളിച്ചാടി നടക്കുക. അത് തന്നെ, തുള്ളിച്ചാടി നടക്കുക. അപ്പൊ ഈ ആൺ ജെനിഫേഴ്സ് ടൈഗേഴ്സ് വേ പ്രാൻസിങ്. സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ജസ്റ്റ് ഷോ യു വൺ തിങ്. ഓക്കെ, സാധാരണ ഇപ്പം നിറ്റിംഗ് ഒക്കെ അറിയുന്ന വ്യക്തികളാണെങ്കിൽ, എംബ്രോയിഡറി, നിറ്റിംഗ് ഇതൊക്കെ അറിയുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്ക്രീൻ എന്താണെന്നുള്ളത്. ഓക്കെ, നിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തുണിയാണ്, ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. You will be able to see it right now. Okay, can you see it, guys? Yes, this is a screen. കാണാമോ? അപ്പോ ഇതിനെയാണ് ഒരു സ്ക്രീൻ എന്ന് പറയുന്നത്. വരുന്നുണ്ട്. സിയാനെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. എനിക്ക് കട്ടാവുന്നില്ലേ? വെരി ഗുഡ്. അപ്പൊ നല്ല സന്തോഷിക്കേണ്ട കാര്യമല്ലേ അഭിജിത്തെ? തോർത്തല്ല. തോർത്തിന്റെ ഇഴകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടുത്തിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൂളൻ ത്രെഡ് കിടത്തി വിടാവുന്ന രീതിയിലുള്ള കുറച്ച് അകലം കൂടിയ രീതിയിലുള്ള ഒരു ഇതാണ്. നമ്മുടെ പ്രത്യേകിച്ച് കട്ടാകുന്നുണ്ടോ? അത് എനിക്ക് തോന്നുന്നു അഭിജിത്തെ നിന്റെ കണക്ഷന്റെ പ്രോബ്ലം ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ സ്ക്രീൻ എന്ന് പറയുന്നത് ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫ് പേപ്പർ കണ്ടിട്ടുണ്ട്. ഗ്രാഫ് പേപ്പർ ഇല്ലേ, ഏകദേശം ഒരു ഗ്രാഫ് പേപ്പറിന്റെ ലുക്ക് ഇരിക്കും. അതുപോലെ ഇരിക്കും. ഓക്കെ, അതുപോലെ ഇരിക്കും. പക്ഷെ എല്ലാത്തിലും എന്താണ് പറയാ, അത് ജസ്റ്റ് ഇഴകളാണ്. അതിലൂടെ നമ്മൾ പല ടൈപ്പ് ഓഫ് ഡിസൈൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പല ഡിസൈൻസ്. ഇപ്പൊ അവിടെ കണ്ടില്ലേ, ഒരു വീടും ഒരു തോടും മലകളും ചെടികളും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൂളൻ ഇത് വെച്ചിട്ട് അത് അവർ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന ആ ഒരു സ്ക്രീനിൽ കണ്ടില്ലേ, ആ ഒരു സ്ക്രീനിൽ അവർ ചെയ്തിരിക്കുന്നത് ആ ഒരു നൂല് വെച്ച് ചെയ്തിരിക്കുന്നത്, നടുവില് ചെയ്തിരിക്കുകയാണ് അവരത്. ഓക്കെ, ആ ഒരു സ്ക്വയറിന്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ സ്ക്രീന്, അല്ലാതെ പുറമെ കാണുന്ന വെള്ളയല്ല. ഓക്കെ, ആ ഒരു ഗ്രീൻ സ്ക്വയറിനുള്ളിൽ കാണുന്ന, ആ ഫ്രെയിമിനുള്ളിൽ കാണുന്നതാണ് സ്ക്രീൻ എന്ന് പറയുന്നത്. അത് ചെറിയ ചെറിയ ഹോൾസ് ഉള്ള രീതിയിലുള്ള ഒരു തുണിയാണ് ശരിക്കും. ഓക്കെ, ക്യാൻവാസ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ക്യാൻവാസ് എന്ന് വേണമെങ്കിലും അതിന് പറയാം സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പം അതും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നിറ്റിംഗ് നീഡിൽസ് ഉണ്ട്, നിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീഡിൽസ് വെച്ചിട്ട് നമ്മളിങ്ങനെ പല സോക്സുകൾ, ഹാറ്റുകൾ, സ്വെറ്റർ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ക്രോഷേ എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗമുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയാണ്. അപ്പൊ അവരുടെ ഒരു പിക്ചറാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആ ഒരു പിക്ചറിൽ ആഡ്രിയൻ റിച്ച് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത്, അവര് എൻജോയ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നതെങ്കിലും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന കുറെ കാര്യങ്ങൾ അവരുടെ ആ വർക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവരുണ്ടാക്കുന്നത് എന്താണ്? ഒരു ടൈഗറിനെയാണ്. ഓക്കെ, കുറെ ടൈഗേഴ്സിനെയാണ് അവരുണ്ടാക്കുന്നത്. അപ്പൊ തുള്ളിച്ചാടി നടക്കുന്ന ടൈഗേഴ്സിനെയാണ് അവരവിടെ അവരുടെ സ്ക്രീനിൽ വീടും മലയും അല്ലായിരുന്നു. അത് ഞാൻ കാണിച്ച ചിത്രത്തിലാണ്. ഓക്കെ, അത് ഞാൻ കാണിച്ച ചിത്രമാണ്. അവരുണ്ടാക്കുന്നത്, ശരിക്കും ഉണ്ടാക്കുന്നത് ടൈഗേഴ്സിനെയാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചത്, എക്സാമ്പിൾ കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അത് എന്താണ് സ്ക്രീൻ എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഇസ് ജസ്റ്റ് എൻ എക്സാമ്പിൾ. ദാറ്റ് ഇസ് നോട്ട് വാട്ട് ആൻഡ് ജെന്നിഫർ ഈസ് മേക്കിംഗ്.
ആൺ ജെന്നിഫർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത്, സ്ക്രീൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് ടൈഗേഴ്സിനെയാണ്. ഓൺ ജെന്നിഫേഴ്സ് ടൈഗേഴ്സ് പ്രാൻസ് അക്രോസ് എ സ്ക്രീൻ. അവർ തുള്ളിച്ചാടി നടക്കുകയാണ് ടൈഗേഴ്സ്. എന്തുകൊണ്ടാണ് ടൈഗേഴ്സിനെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ലെറ്റ് us see. Bright topaz denizens of a world of green എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോപ്പാസ്, ടോപ്പാസ് എന്ന് പറയുന്നത് യെല്ലോയിഷ് കളറിലുള്ള ഒരു സ്റ്റോൺ ആണ്. അപ്പൊ അവരുടെ ടൈഗേഴ്സിന്റെ കളറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടോപ്പാസ് എന്ന് പറയുന്ന ഈ ഒരു വസ്തുവിനെ ആൻഡ് ജെന്നിഫർ അല്ലെങ്കിൽ ആഡ്രിയൻ റിച്ച് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഗോൾഡ് അല്ല. ശരിക്കും ടോപ്പാസ് എന്ന് പറയുന്നത് എന്താണ് പറയാ, ഒരു മിനിറ്റ് ഞാൻ കാണിച്ചാൽ എന്റെ അടുത്തുണ്ട് ടോപ്പാസ്. ഇതാണ് ടോപ്പാസ്. കണ്ടോ? കാണുന്നുണ്ടോ നിങ്ങൾ? യെസ്. ഡയമണ്ട് അല്ല ടോപ്പാസ്, ഡയമണ്ട് അല്ല. ഇറ്റ്സ് നോട്ട് ഡയമണ്ട്. ഡയമണ്ട് എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും. വൈറ്റ് അല്ല, കളർലെസ് ആണ് ശരിക്കും ഡയമണ്ട് എന്ന് പറയുന്നത്, അല്ലേ? കളർലെസ് ആണ് ഡയമണ്ട്. ഡയമണ്ടിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് അടിക്കുന്ന സമയത്ത് പ്രസത്തിന്റെ പോലെ തന്നെ മഴവിൽ വർണ്ണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ബട്ട് ഡയമണ്ട് ഇസ് കളർലെസ് ശരിക്കും. പക്ഷെ ടോപ്പാസ് എന്ന് പറയുന്നത് ഒരു യെല്ലോ കളർ, ബ്രൈറ്റ് യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ടോപ്പാസ് എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ ആണ് ശരിക്കും അത്. ഓക്കെ, അപ്പോ അയ്യോ എവിടെ പോയി? അച്ചു എൻട്രി കൊടുത്തോ? എൻട്രി ആയോ? ഇല്ല, പോയി. ഓക്കെ, അപ്പോൾ അപ്പോ ടോപ്പാസ് എന്ന് പറയുന്നത് ആ ഒരു യെല്ലോയിഷ് കളറിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് അത്രക്കും ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറിൽ ആണ് അവരുടെ ടൈഗേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ ആ ടൈഗേഴ്സിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ളതും പ്രാൻസ് ചെയ്യുന്നതും. ഇതൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ദീസ് വേർഡ്സ് പ്രാൻസ്, ബ്രൈറ്റ്, അതായത് ഗ്രീൻ. വേൾഡ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്നത് ഫോറസ്റ്റില്, ഫോറസ്റ്റ് ഡെനിസൻസ്. ഇനി വേർഡ്, അടുത്ത വേർഡ് ആണ് ഡെനിസൻസ്. ഡെനിസൺ എന്ന് പറയുന്ന വേർഡിനുള്ള മീനിങ് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പേഴ്സൺ, an animal or a plant that lives, grows or is often found in a particular place. നമുക്ക് ഈ നാട്ടില് നമുക്ക് പുലികളെ ഒന്നും അധികം കാണാൻ പറ്റത്തില്ല. കൂടുതലായിട്ട് പുലികളെ കാണുന്നുണ്ടെങ്കിൽ കാട്ടിലേക്ക് തന്നെ പോകണം, അല്ലെ? അതുകൊണ്ടാണ് അവരെ ഡെനിസൻസ് ഓഫ് വേൾഡ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്നത്. വേൾഡ് ഓഫ് ഗ്രീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോറസ്റ്റിനെയാണ്. ഓക്കെ, വേൾഡ് ഓഫ് ഗ്രീൻ. അപ്പം കാട്ടിനുള്ളിൽ ജീവിക്കുന്ന വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോയിഷ് കളർ ആയിട്ടുള്ള നിവാസികളാണ്, കാട്ടുനിവാസികളാണ് ഈ ടൈഗേഴ്സ് എന്നാണ് ആഡ്രിയൻ റിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ, പ്രാൻസ് ചെയ്യുന്നു, ബ്രൈറ്റ് ആണ്. അപ്പൊ ടൈഗേഴ്സ് എന്ന് പറയുന്നത് ഫിയർലെസ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. ഒരു തരത്തിലും പേടിയില്ലാതെ, ഒരു ജീവിയെയും പേടിക്കാതെ ജീവിക്കുന്ന ഒരു ആനിമൽ ആണ് ടൈഗർ എന്നത്. എന്തുകൊണ്ട് ടൈഗറിനെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിന്റെ മെയിൻ റീസൺ. ഈ പറഞ്ഞതാണ് മെയിൻ റീസൺ. ഓക്കെ, why tigers? Why not elephants? Why not any other animal that lives in the forest? Because tigers are fearless. They don't fear anyone. അവർക്ക് യാതൊന്നിനെയും പേടിയില്ല. They prance, they run, they live freely in the jungle, in the forest. കാട്ടിനുള്ളിൽ സന്തോഷത്തോടു കൂടിയും അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ടും ഒരാളെയും പേടിക്കാതെയും ജീവിക്കുന്ന ഒരു ജീവി ഉണ്ടെങ്കിൽ അത് മറ്റേതുമല്ല, അത് ടൈഗേഴ്സ് ആണ് എന്നാണ് ആഡ്രിയൻ റിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടൈഗേഴ്സ് എന്ന് പറയുന്ന ഒരു ഇമേജിനെ ഈ ഒരു പോയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ജെന്നിഫർ ഉണ്ടാക്കുന്നത് ടൈഗേഴ്സ് ആണ്, ടൈഗേഴ്സിനെയാണ്. സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതും സ്വതന്ത്രമായി നടക്കുന്നതുമായിട്ടുള്ള ടൈഗേഴ്സിനെയാണ് ആൺ ജെന്നിഫർ അവരുടെ പോയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്പിരിറ്റിനെ, the spirit that is residing inside her, she is comparing her spirit to the tigers. അതുപോലെ ആവാനാണ് അവർക്ക് ആഗ്രഹം. They do not fear the men beneath the tree. ആ ഒരു ചിത്രം അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റിക് ഫോമിൽ ടൈഗേഴ്സ് ഉണ്ട്. അതിന് തൊട്ട് താഴെ ആ ടൈഗേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിന് മുകളിൽ ഇരിക്കുകയാണ്, പ്രാൻസ് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലാണ് അത് അവിടെ ഇരിക്കുന്നത്. ആൻഡ് there are men beneath the tree, hunters, sometimes maybe hunters.
ചിലപ്പോൾ അത് ഹണ്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വഴിയാത്രക്കാരായിരിക്കാം, ആര് വേണമെങ്കിലായിരിക്കാം. പക്ഷേ മെൻ ആണത്. ദേ ആർ മെൻ. ഓക്കെ, ദേ ഡു നോട്ട് ഫിയർ ദ മെൻ ബിനീത്ത് ദ ട്രീ. ആണുങ്ങളെ പോലും അവർക്ക് പേടിയില്ല. അങ്ങനെ പേടിയില്ലാതെ ജീവിക്കുന്ന കുറെ ടൈഗേഴ്സിന്റെ ചിത്രമാണ് ആൺ ജെനിഫർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. They pace in sleek chivalric certainty. They pace, അതായത് അവരുടെ ആ ഒരു ഇരിപ്പും ആ ഒരു മട്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ ധൈര്യപൂർവം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മൃഗമാണ് ടൈഗേഴ്സ് എന്നുള്ളത്. ഷിവൾട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നൈറ്റ്ഹുഡിനെ അല്ലെങ്കിൽ നൈറ്റ്സിനെ പറഞ്ഞിരുന്ന വേണ്ടി സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കാണ് ഷിവൾട്രിക്. ഷിവൽറി എന്ന് പറയുന്ന വാക്കിനോട് അനുബന്ധമായിട്ടുള്ള ഒരു വേർഡാണ് chivalric എന്ന് പറയുന്നത്. Okay, if you search the net you won't find a meaning for chivalry, but it is related to chivalry. The meaning of chivalry is the combination of qualities expected of an ideal knight. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന രാജ്യഭരണം ഉണ്ടായിരുന്ന സമയത്ത് നൈറ്റ്സ് എന്ന് പറയുന്ന നൈറ്റ്ഹുഡ് എന്ന് പറയും. അതെന്ന് പറയുന്നത് അവരുടെ ജീവിതം ആ രാജാവിനും ആ ക്രൗണിനും വേണ്ടി സമർപ്പിക്കുന്ന ഒരു ജീവിതമാണ് നൈറ്റ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ ഒരു നൈറ്റ് ആയിട്ട് അംഗീകരിക്കുകയുള്ളൂ. ദാറ്റ് ഈസ് കറേജ്, ഓണർ, courtesy, justice and readiness to help the weak. ഇത്രയും ക്വാളിറ്റീസ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നൈറ്റ്ഹുഡ് നൽകുമായിരുന്നു. ഓക്കെ, നൈറ്റ് കഴിഞ്ഞ് തൊട്ട് മുകളിലാണ് ലോർഡ്ഷിപ്പ് വരുന്നത്. ഓക്കെ, ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ എന്നുള്ള പദവി, സർ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന പോലെ പണ്ട് കാലങ്ങളിൽ ആൾക്കാർക്ക് നൽകിയിരുന്ന ഓരോ പദവികളാണ്. ഓക്കെ, സർ എന്ന് പറയുന്നത് സാധാരണ നിങ്ങളെല്ലാവരും നമ്മളിപ്പം സർ എന്നുള്ള വാക്ക് കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാറുണ്ട്, എല്ലാവരും നമ്മൾ സർ എന്ന്. പക്ഷെ സർ എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുന്നത് അതിന് വലിയൊരു മീനിങ് ഉണ്ട്. അതൊരു പദവിയാണ് ശരിക്കും. സാറേ, അത് നമ്മളെല്ലാവരും സാറേ എന്ന് കയറി നമ്മളെല്ലാവരും വിളിക്കുന്നുണ്ട്. ശരിക്കും അതൊരു പദവിയാണ്. അത് നേടിയെടുക്കുകയാണ് സാധാരണ ആൾക്കാർ ചെയ്യാറുള്ളത്. ഓക്കെ, ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ സർ ഡൊണാൾഡ് ബ്രാഡ്മാൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ ക്രിക്കറ്റില്. സച്ചിൻ ടെണ്ടുൽക്കറിന് സർ പദവി കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഹി ഹാസ് ഗോട്ട്. ഡൊണാൾഡ് ബ്രാഡ്മാൻ സർ ഡൊണാൾഡ് ബ്രാഡ്മാൻ എന്ന് വിളിക്കുക. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ക്രിക്കറ്റിന്റെ വേണ്ടിയിട്ട് ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ചത് കൊണ്ടല്ല അദ്ദേഹത്തെ സർ എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ആ ഒരു ഫീൽഡിൽ അഗ്രഗണ്യനായിരുന്നു. He was one of the top performers in his field, that is cricket. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു സർ എന്ന് പറഞ്ഞുള്ള ഒരു പദവി നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ആ സർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് പദവി ലഭിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ അതായത് നേടുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ മേടിച്ചെടുക്കുക. ഓക്കെ, സോ ഇവിടെ നൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ക്വാളിറ്റീസ്, അതായത് എന്തൊക്കെയാണ്? കറേജ് ഉണ്ട്, ഓണർ ഉണ്ട്, കേർട്സി ഉണ്ട്, ജസ്റ്റിസ് ഉണ്ട്. അതോടൊപ്പം തന്നെ താഴേക്കിടയിലുള്ള വീക്ക് ആയിട്ടുള്ള ശോഷിച്ച വ്യക്തികളെ എല്ലാം സഹായിക്കുന്ന അല്ലെങ്കിൽ ശോഷിച്ച വിഭാഗത്തിനെ സഹായിക്കാനുള്ള ഒരു സന്മനസ് ഉള്ളൊരു ഇതുകൂടിയാണ് chivalric എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഗുണഗണങ്ങളുള്ള ഒരു ജീവിയാണ് ടൈഗർ എന്നാണ് ആണ്ട് ജെനിഫർ, അതോടൊപ്പം തന്നെ ആഡ്രിയൻ റിച്ചും നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ടൈഗറിനെ ഇത്രയ്ക്കും പുകഴ്ത്തി, അല്ലെങ്കിൽ ആണ്ട് ജെനിഫർ എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് അവർ ആ ഒരു ടൈഗറിനെ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റാൻസിൽ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ആണ്ട് ജെനിഫർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഷീ ഈസ് മേക്കിംഗ് an artistic form and she is creating tigers that is prancing in their abode. അവർ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാടിൽ അവരുടെ രാജാവാണ്. ഓക്കെ, and the forest is where they belong to and they are residing inside the forest without any fear. ഒരു പേടിയോ അല്ലെങ്കിൽ ഭയമോ അല്ലെങ്കിൽ കഷ്ടതകളോ ഒന്നുമില്ലാതെ സുഖമായിട്ടും സന്തോഷത്തോടുകൂടിയും ഫ്രീ ആയിട്ടും ജീവിക്കുന്ന ഒരു ജീവിയായിട്ടാണ് നമുക്ക് ടൈഗേഴ്സിനെ അവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ Aunt Jennifer is creating a screen, that is she is creating an artistic form, and where in that artistic form she is creating certain tigers that is living very safely, very happily
ഇൻസൈഡ് ദ ഫോറസ്റ്റ്. ഇനി ഓൺ ജെന്നിഫറിന്റെ ജീവിതത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓൺ ജെന്നിഫേഴ്സ് ഫിംഗേഴ്സ് ഫ്ലട്ടറിംഗ് ത്രൂ ഹർ വൂൾ ഫൈൻഡ് ഈവൻ ദ ഐവറി നീഡിൽ ഹാർഡ് ടു പുൾ. അവരുണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ടൈഗറിനെയാണ്, ഫിയർലെസ് ആയിട്ടുള്ളതും ഫ്രീഡം ഉള്ളതുമായിട്ടുള്ള ഒരു ജീവിയാണ് ആൺ ജെന്നിഫർ ഉണ്ടാക്കുന്നത്. പക്ഷേ അവരുടെ കൈകൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നാണ് ഇനി അഡ്രിയൻ റിച്ച് എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് ജെന്നിഫേഴ്സ് ഫിംഗേഴ്സ് ഫ്ലട്ടറിംഗ് ത്രൂ ഹർ വൂൾ, വിറച്ചുകൊണ്ടാണ് അവരുടെ വൂൾ, അതായത് ആ നൂല് കൈകാര്യം ചെയ്യുന്നത്. ഫൈൻഡ് ഈവൻ ദ ഐവറി നീഡിൽ ഹാർഡ് ടു പുൾ എന്നാണ് പറഞ്ഞത്. ഐവറി നീഡിൽ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ധനാഢ്യന്മാരുടെ കൈകളിൽ മാത്രം കണ്ടിരുന്ന ഒരു സംഭവമാണ് ഐവറി നീഡിൽ എന്ന് പറയുന്നത്. ഐവറി എന്താണ്? വാട്ട് ഇസ് ഐവറി? ഐവറി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹലോ, എല്ലാരും പോയോ? ആരും ഇല്ല ഇവിടെ? പൂവല്ല, ഐവറി. ഐവറി എന്ന് പറഞ്ഞാൽ എന്താ? ഐവറി നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു സംഭവമാണ്. മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ആനക്കൊമ്പ്. യെസ്, ആന കറക്റ്റ് ആണ്. ആനക്കൊമ്പിനെയാണ് ഐവറി എന്ന് പറയുന്നത്. ഓക്കെ, ആനയുടെ കൊമ്പ് കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കളെ ഐവറി തിങ്സ്. ഐവറി എന്ന് പറയുന്നത് ആനയുടെ കൊമ്പിനെയാണ് ഐവറി എന്ന് പറയുന്നത്. വളരെ വിലപിടിപ്പുള്ള ഒരു സംഭവമാണ് അത്, ആനക്കൊമ്പ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല. എന്തുകൊണ്ടാണ് അതിന് വിലപിടിപ്പുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷെ ആനയുടെ കൊമ്പിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന വസ്തുക്കൾ കുറെ കാലം നീണ്ടു നിൽക്കും, കുറെ കാലം നിൽക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിമാൻഡായി ഈ ആനക്കൊമ്പിന് ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ. അതുകൊണ്ടാണല്ലോ വീരപ്പൻ ഇത്രയും ഫേമസ് ആയത്. ഓക്കെ, അപ്പോ ഈ ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നീഡിൽ എന്ന് പറയുന്നത് ശരിക്കും നല്ല വിലയാ. പണ്ട് കാലം മുതൽക്കേ നല്ല വിലയാ കേട്ടോ ഈ ആനക്കൊമ്പ്. വീരപ്പൻ ആരാന്ന് അറിയത്തില്ലേ നിനക്ക്? ആടാ ഭാവി, അന്നേനോട് ചോദിക്കുക. അന്നയ്ക്ക് അറിയാം വീരപ്പൻ ആരാന്ന്. ഓക്കെ, അപ്പോ ഈ ഓക്കെ, അപ്പൊ അങ്ങനെ അപ്പൊ അല്ല, ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? അന്നക്കറിയാലോ, കഴിഞ്ഞ തവണ നമ്മൾ ഒരു കഥ പറഞ്ഞ സമയത്ത് ഈസ കാട്ടുകള്ളൻ. അതെ, ഈസ കാട്ടുകള്ളൻ. അന്നക്കറിയാം വീരപ്പൻ ആരെന്ന്. നമ്മൾ മീശയുടെ കാര്യം പറഞ്ഞപ്പോഴേ, കഴിഞ്ഞ കഥയിൽ നമ്മളൊരു മീശയുടെ കാര്യം പറഞ്ഞല്ലോ, മുഷ്ടാഷ്, ഹാൻഡിൽ ബാർ മുഷ്ടാഷ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പോലും ഓർത്തില്ല ആ ഒരു ഇത്. പക്ഷെ ഹന്നിക്ക് അറിയാമായിരുന്നു വീരപ്പന് അങ്ങനത്തെ മീശയായിരുന്നു അല്ലേ? അതെ. അപ്പൊ പിന്നെ അപ്പോ വീരപ്പൻ ഫേമസ് ആയത് എങ്ങനെയാണ്? ഹി വാസ് എ കാട്ടുകള്ളൻ. ഓക്കെ, ആൻഡ് ഹി കിൽഡ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ആനിമൽസ് ആൻഡ് മെൻ. എലിഫന്റ്സ്, പ്രത്യേകിച്ചും എലിഫന്റ്സിനെ വേട്ടയാടി അവരുടെ കൊമ്പുകൾ വിറ്റാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം ഒരു തരത്തിൽ റോബിൻഹുഡ് എന്നൊക്കെയാണ് പറയുന്നത്. പല ഇതുണ്ട്. എന്തായാലും ആ കഥകളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടേക്ക് നമുക്ക് തിരിച്ചു വരാം. ഐവറി നീഡിൽ പണ്ട് കാലം മുതൽക്കേ വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ് ഐവറി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ആനയുടെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ളതാണ്. അപ്പൊ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ലക്ഷറിയെ സൂചിപ്പിക്കുന്നു. ഹി വാസ് ഹാവിങ് എ ലക്ഷൂറിയസ് ലൈഫ്. ആൻഡ് ജെന്നിഫർ എന്ന് പറയുന്നത് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് ആണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് ഈവൻ ദ ഐവറി നീഡിൽ ഹാർഡ് ടു പുൾ എന്നാണ് പറയുന്നത്. അവരുടെ കൈകൾ എപ്പോഴും വിറച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തോ അവരുടെ ഉള്ളിൽ എന്തോ ഒരു ഭയമുണ്ട്. ആ ഭയം കൊണ്ടാണ് അവരുടെ കൈകൾ എപ്പോഴും വിറച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവരുടെ കൈകൾ വിറയ്ക്കുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു ഐവറി നീഡിലിനെ പോലും ശരിക്കും എന്താണ് പറയാ, തുന്നുവാനുള്ള ശ്രമം നടത്താൻ പോലും അവർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ആ ഒരു ചെറിയ ഈസി ആയിട്ടുള്ള, സ്ത്രീകൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അവർക്ക് അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ്? കാരണം the massive weight of uncle's wedding band sits heavily upon Aunt Jennifer's hand. Wedding band എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെഡിങ് റിംഗ് ആണ്. ഓക്കെ,
വിരലുകളിൽ, അവരുടെ വിരലിൽ അവർ ധരിച്ചിരിക്കുന്ന ആ വെഡിങ് ബാൻഡ്, അങ്കിൾ എന്ന് പറയുന്നത് അവരുടെ ഹസ്ബൻഡ് അവർക്ക് ധരിപ്പിച്ചിട്ടുള്ള ആ ഒരു വെഡിങ് ബാൻഡിന്റെ വെയിറ്റ് ആണ് അവരെ കൊണ്ട് ഇത്രയ്ക്കും ഈസി ആയിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലി പോലും വളരെ കഷ്ടപ്പെട്ട് അവര് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അവരുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത്, അവരുടെ മാരീഡ് ലൈഫ് എന്ന് പറയുന്നത് അവർക്കൊരു ദുരനുഭവം തന്നെയാണ്. അവർക്ക് വിഷമതകളല്ലാതെ വേറെ ഒന്നും നൽകിയിട്ടില്ല അവരുടെ മാരീഡ് ലൈഫ്. സോ ദാറ്റ് ഈസ് ദ മെയിൻ പ്രോബ്ലം ഇൻ ആൻഡ് ജെന്നിഫേഴ്സ് ലൈഫ്. അവിടെ മാരീഡ് ലൈഫ് എന്ന് മാത്രമല്ല, അവിടെ എന്ന് പറയുന്നത് മെൻ ഷോവനിസ്റ്റിക് പിഗ്, ഓക്കെ, MCP എന്ന് പറയും, മെയിൽ ഷോവനിസ്റ്റിക് പിഗ് എന്ന് പറയും. നമ്മളെ വിളിക്കുന്നതാണ് ഫെമിനിസ്റ്റുകൾ, നമ്മൾ ആണുങ്ങളെ വിളിക്കുന്നതാണ് മെയിൽ ഷോവനിസ്റ്റിക് പിഗ് എന്ന് ഉള്ളത്. ഓക്കെ, അപ്പോ ഈ ഒരു നമ്മളെ ഈ ആണുങ്ങളായ നമ്മൾ സ്ത്രീകൾക്ക് മേൽ കാണിച്ചിരിക്കുന്ന ക്രൂരതകളും ആധിപത്യവും ഇതെല്ലാം തന്നെയാണ് ആണ്ട് ജെന്നിഫർ എന്ന് പറയുന്ന ലേഡിക്ക് മേൽ അവരുടെ ഹസ്ബൻഡ്. വൈ പിഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഐ ഡോണ്ട് നോ വൈ വി ആർ, ബിക്കോസ് നമ്മുടെ ഹ്യൂമൻസിനെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ആനിമൽ എന്ന് പറയുന്നത് കുരങ്ങനല്ല, ശരിക്കും പിഗ് ആണ്. ആന്തരിക അവയവങ്ങൾ ഇതെല്ലാം നോക്കുകയാണെങ്കിൽ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആനിമൽ ഉണ്ടെങ്കിൽ അതെ 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 ടേസ്റ്റിലും അത് വിശാലിനറിയാം, വിശാലിനറിയാം ടേസ്റ്റ്. കൊഴുപ്പ് കൂടുതലാണ്, മനുഷ്യന് കൊഴുപ്പ് കൂടുതലാണല്ലോ അല്ലേ? പോർക്കിന് കൊഴുപ്പ് കൂടുതലാണ്, യെസ്, പിഗിന് കൊഴുപ്പ് കൂടുതലാണ്. ആന്തരിക അവയവങ്ങളുടെ ഘടന നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഇതും ഏകദേശം സിമിലാരിറ്റി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന, മനുഷ്യന് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് കുരങ്ങനോടല്ല പിഗിനോടാണെന്നുള്ള ഒരു ഇതുണ്ട്, ഒരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് മെയിൽ ഷോവനിസ്റ്റിക് പിഗ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒന്നും കൂടെയുണ്ട്, പിഗ് എന്ന് പറയുന്നത് ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള ഒരു ആനിമലാണ്, ചളിയിൽ ജീവിക്കുന്ന ഒരു ആനിമലാണ്. മനസ്സിലായല്ലേ? അപ്പൊ ചളി എന്നുള്ളത് പോലെ ചെളി അല്ലേ, നിങ്ങൾ പറയുന്നത് ചെളിയാണ്, ഞങ്ങളുടെ നാട്ടിൽ ചളിയാണ്. ഓക്കെ, അപ്പൊ ഓൺ ജെന്നിഫേഴ്സ് ഫിംഗേഴ്സ് ഫ്ലട്ടറിങ് ത്രൂ ഹെർ വൂൾ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും വളരെ ബുദ്ധിമുട്ടിയാണ് ആൻ ജെന്നിഫർ ചെയ്യുന്നത്. അതിനുള്ള മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ അവർ അവരുടെ വിരളിൽ ധരിച്ചിരിക്കുന്ന വെഡിങ് റിംഗ് ആണ്. ആ വെഡിങ് റിംഗ് എന്ന് പറയുന്നത് സിറ്റ്സ് ഹെവിലി അപ്പോൺ ആൺ ജെന്നിഫേഴ്സ് ഹാൻഡ് എന്നാണ് പറയുന്നത്. വെഡിങ് റിംഗ് എന്ന് പറയുന്നത്, ഒരു മോതിരം എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓർണമെന്റ്സിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് വെഡിങ് റിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ആ ഒരു വെഡിങ് റിംഗ് പോലും അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളാണ്. നമ്മളെ നാട്ടിലല്ല, നമ്മളെ നാട്ടിൽ വെഡിങ് റിംഗ് എന്ന് പറഞ്ഞാൽ 5 പവനൊക്കെ വരും ചില സമയം, അല്ലേ? അവരുടെ നാട്ടിൽ വെഡിങ് റിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇതും അതിന്റെ അറ്റത്തൊരു ഡയമണ്ട് ആയിരിക്കും. അപ്പൊ അധികം വെയിറ്റ് ഒന്നും കാണുന്നില്ല. ഓക്കെ, പക്ഷെ ഈ ഒരു വെഡിങ് റിംഗ് അവരുടെ കൈകളിൽ നൽകിയിരിക്കുന്ന ഭാരം എന്ന് പറയുന്നത് അവരുടെ വെഡിങ് റിംഗ് കാരണമല്ല, വില വില കൂടുതൽ അതിനാണ്, ശരിയാണ്. ഇത് വെഡിങ് റിംഗ് അല്ല. വെഡിങ് റിംഗ് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് പറഞ്ഞത്, സിംബോളിസം വളരെയേറെ കൂടുതലുള്ള ഒരു പോയം കൂടിയാണ്. വെഡിങ് റിംഗ് എന്ന് പറയുന്നത് അവിടെ നമ്മളോട് ആ വെഡിങ് റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആഡ്രിയൻ റിച്ച് എന്ന് പറയുന്ന പോയിട്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർ നേരിടേണ്ടി വന്നിരിക്കുന്ന ദുരനുഭവങ്ങളെ കുറിച്ചാണ്. അവരുടെ ഭർത്താവിൽ നിന്ന്, ആ ഭർത്താവ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അടിച്ചമർത്തുന്ന ഒരു ടയറന്റ് ആണ്. ഈസ് എ ടയറന്റ്. മൂക്കുകയർ, ഏകദേശം അങ്ങനെയും പറയാം. മൂക്കുകയറല്ല, ശരിക്കും മൂക്കുകയറല്ല, അടിച്ചമർത്തിയിട്ടുള്ളതാണ്. അവരുടെ ഉള്ളിലുള്ള ആർട്ടിസ്റ്റിക് ഫോമിനെ അംഗീകരിക്കുന്നില്ല. അവരെന്ന് പറയുന്ന മനുഷ്യ സ്ത്രീയെ അംഗീകരിക്കാതെ അവരൊരു ഇൻഡിവിജ്വൽ ആണെന്ന് ഉള്ളതിനെ ഉപരി അവരെ അടിച്ചമർത്തുവാനും പുരുഷ മേധാവിത്വം അവരൊക്കെ മേൽ കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, കുപ്പികാല അടുക്കളയിലേക്ക് മാത്രം ഒതുക്കി നിർത്തിയിട്ടുള്ള ആ കുപ്പികാലത്തെ ഭൂതം, അങ്ങനെ തന്നെ പറയാം, അല്ലേ? അങ്ങനെ തന്നെ പറയാം. അവര് വീടിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മാത്രം മതി, മറ്റുള്ളതൊന്നും തന്നെ അവർക്ക് സ്വാതന്ത്ര്യം, സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്ന ഒരു ഭർത്താവായിരുന്നു ടൈറന്റ് ഇൻ എ വേ.
In a way, he was a tyrant. Okay. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അവരുടെ ഹസ്ബൻഡ്. ആ ഒരു കഷ്ടതകളാണ് അവരുടെ വിരലുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അവരുണ്ടാക്കുന്ന ഇത് എന്ന് പറയുന്നത് അത് സൂചിപ്പിക്കുന്നത് ആ ഓൺ ജെനിഫറിന്റെ സ്പിരിറ്റിനെയാണ്. സ്പിരിറ്റ് ദാറ്റ് ഇസ് ഡ്വെല്ലിംഗ് ഇൻസൈഡ് ഹർ. What she wants to be. She wants to be like a fearless tiger that roams around the forest without any fear and gathering all the എന്താണ് പറയാ, എല്ലാ മൃഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു ഓണം, ഓക്കെ, അംഗീകാരം. മറ്റുള്ള ആനിമൽസ് എല്ലാവരും തന്നെ ടൈഗറിനെ അംഗീകരിക്കുന്നുണ്ട്. ആ ടൈഗർ എന്ന് പറയുന്നത് ഫിയർലെസ് ആണ്. അവന്റെ അടുത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആപത്ത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവന് ലഭിക്കേണ്ട അല്ലെങ്കിൽ ആ ടൈഗറിന് ലഭിക്കേണ്ട അംഗീകാരം നൽകിക്കൊണ്ടാണ് മറ്റുള്ള ജീവികൾ ആ ഒരു കാട്ടിൽ ജീവിക്കുന്നത്. ആ ഒരു അംഗീകാരമാണ്. ഓക്കെ, നമുക്ക് നിർത്താം. ഡോണ്ട് വറി. ഓക്കെ, വി വിൽ സ്റ്റോപ്പ് ബൈ 12 o'clock. ഓക്കെ, ഡോണ്ട് വറി. So sits heavily upon Aunt Jennifer's hand. Okay, അപ്പൊ Aunt Jenniferന്റെ വിരലുകളിൽ നിൽക്കുന്ന ആ ഒരു വെഡിങ് ബാൻഡ് ആണ് അവരെ കൊണ്ട് ഈസി ആയിട്ടുള്ള ജോലി പോലും വളരെ കഷ്ടതയിൽ ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് നയിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിലേക്ക് നയിച്ചിരിക്കുന്നത്. So when aunt is dead, her terrified hands will lie. അപ്പൊ ഈ ഒരു കഷ്ടതകളെല്ലാം തന്നെ മോചനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആണ്ട് ജെനിഫർ ഇല്ലാതാവണം, അല്ലേ? പക്ഷേ ആഡ്രിയൻ റിച്ച് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് പറയുകയാണ്, her sufferings will not end over there too. When aunt is dead, her terrified hands will lie still ringed with ordeals she was mastered by. അപ്പോ അവര് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള എക്സ്പീരിയൻസുകൾ, വെരി അൺപ്ലസന്റ് ആൻഡ് പ്രൊലോങ്ഡ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് ഓർഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ് ഓർഡീൽ എന്ന് പറയുന്നത്. When aunt is dead, her terrified hands will lie still ringed with ordeals she was mastered by. മരിച്ചു കഴിഞ്ഞാലും അവരുടെ കഷ്ടതകൾ അവരോടൊപ്പം തന്നെ ഉണ്ടാവും. കാരണം അങ്ങനെ അത്രയ്ക്കും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആൺ ജെനിഫറിന്റെ ഹസ്ബൻഡ് അവരോട് പെരുമാറിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കഷ്ടതകളും കൊണ്ടായിരിക്കും ആൺ ജെനിഫർ പോവുക. മരിച്ചു കഴിഞ്ഞാൽ പോലും അത് പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ സ്പിരിറ്റിനെ ആർക്കും അടിച്ചമർത്താനോ എൻസ്ലേവ് ചെയ്യാനോ പറ്റത്തില്ല. ഒരു കൂട്ടിന് അകത്തിട്ട് അവരുടെ സ്പിരിറ്റിനെ പൂട്ടിവെക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. അവരുടെ ഹസ്ബൻഡിനോ ഏതൊരു ആണിനും അത് പറ്റത്തില്ല. കാരണം the tigers in the panel that she made will go on prancing proud and unafraid. അവരുണ്ടാക്കിയിരിക്കുന്ന ടൈഗർ എന്ന് പറയുന്നത് അവരുടെ സ്പിരിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു സ്പിരിറ്റിനെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റിനെ പൂട്ടിയിടാനോ ഒരു വ്യക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആണിനും പറ്റുകയില്ല എന്നുള്ളതാണ് അഡ്രിയൻ റിച്ച് എന്ന് പറയുന്ന പോയറ്റ് നമുക്ക് പറഞ്ഞു. അവരുടെ സ്പിരിറ്റ് ജസ്റ്റ് ലൈക്ക് ദ ടൈഗർ, ഇറ്റ് വിൽ ഗോ ഓൺ പ്രാൻസിങ് ആൻഡ് പ്രൗഡ് ആൻഡ് അൺഅഫ്രെയ്ഡ്. ആരെയും ഭയമില്ലാതെ, ആരോടും ആരോടും കുനിയാതെ, തല കുനിക്കാതെ, ആരോടും അടിയറവ് പറയാതെ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നോ വൺ ക്യാൻ എന്താണ് പറയുക, നോ വൺ ക്യാൻ സപ്രസ് ദ സ്പിരിറ്റ് ഇൻസൈഡ് യു എന്നുള്ളതാണ്. ഓക്കെ, ദ സ്പിരിറ്റ് വിൽ ലിവ് ഓൺ ഫ്രീ ആൻഡ് ഫിയർലെസ് is what Adrian Rich is trying to tell us. Okay, so that is Aunt Jennifer's Tigers for you by Adrian Rich. So it's a very deep poem, കുറേയേറെ meaningful meanings ഉള്ള, വായിക്കുന്തോറും പുതിയ പുതിയ അർത്ഥങ്ങൾ ഉൾത്തിരിഞ്ഞു വരുന്ന ഒരു പോയം കൂടിയാണ്. പല രീതിയിലും പലരും ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. ഈ അനുഭവങ്ങൾ ഉള്ള സ്ത്രീകൾ അതിനെ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ആണുങ്ങൾക്ക് അത് പെട്ടെന്നൊന്നും മനസ്സിലാകില്ല. ഇറ്റ് വിൽ ഫീൽ ആസ് ഇഫ് ഇറ്റ് ഈസ് എ പോയം, ഒരു എന്താണ് ജസ്റ്റ് ഒരു റിട്ടേൺ വേർഡ്സ് മാതിരി മാത്രമേ നമുക്ക് ആണുങ്ങൾക്ക് ഇതിനെ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇത് ഈ അനുഭവങ്ങൾ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം എന്ന് പറയുന്ന അനുഭവങ്ങളൊക്കെ ബൈ സ്നേഹം ബൈ. ഓക്കെ, പുരുഷ മേധാവിത്വങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ
അനുഭവിച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഈ ഒരു പോയം വായിക്കുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള അർത്ഥ തലങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു പോയമാണ് ആൺ ജെനിഫേഴ്സ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ഓൾ ഓഫ് യു. നമുക്ക് നാളെ ഒരു പുതിയൊരു നമുക്ക് നാളെ ഇതുമായിട്ട് തിരിച്ചു വരാം. ടൈഗർ കിങ് എന്ന് പറയുന്നത് ആൺ ജെനിഫേഴ്സ് ടൈഗേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ ഒരു ടൈഗർ കിങ്ങിനെ കുറിച്ച് നമുക്ക് നാളെ പഠിക്കാം. ഓക്കെ, so stay safe all of you and have a nice day. Bye, take Bye, care. sir. Bye, take care.